മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിയമപാഠത്തിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പോലീസിൻ്റെ അധികാരത്തെയും ചുമതലകളെയും കുറിച്ചാണ്. കേരള പോലീസ് ആക്ടിനെ കുറിച്ചാണ്. പോലീസ് ജോലിയിലല്ലാത്ത വ്യക്തി നിയമവിരുദ്ധമായി പോലീസായി നടിച്ച് പ്രവർത്തിക്കുകയോ അധികാരം കാട്ടുകയോ പോലീസ് വേഷം ധരിക്കുകയോ ആൾമാറാട്ടം നടത്തുകയോ ചെയ്യാൻ പാടില്ല. പോലീസ് ഉദ്യോഗം നഷ്ടപ്പെട്ടവരും ഈ രീതിയിൽ പ്രവർത്തിക്കുവാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പെൻഷനായി കഴിഞ്ഞാൽ പിന്നീട് പോലീസുകാരനാണെന്നുള്ള ധാരണയിൽ നടക്കുവാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി നിയമം സൂചിപ്പിക്കുന്നു. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ 6 മാസം വരെ തടവോ 200 രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ദുരുദ്ദേശത്തോട് നിയമവിരുദ്ധമായി ഒരു കെട്ടിടത്തിലോ കൂടാരത്തിലോ പരിശോധന നടത്താൻ പാടില്ല. അനാവശ്യമായി സാധനങ്ങൾ പിടിച്ചെടുക്കാൻ പാടില്ല. അകാരണമായി വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നത് കുറ്റകരമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിൽ കാലതാമസം വരുത്തുവാൻ പാടില്ല. അനാവശ്യമായി ദേഹദണ്ഡങ്ങൾ ഏൽപ്പിക്കുവാൻ പോലീസിന് യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല. കുറ്റാരോപിതനായ വ്യക്തിയെ അന്യായമായി ഭീഷണിപ്പെടുത്തുന്നതും നിയമവിരുദ്ധമാണ്. വ്യക്തിവൈരാഗ്യത്തോടുകൂടിയോ അടിസ്ഥാനരഹിതമായ കാരണത്താലോ ഒരു വ്യക്തിയെ കേസിൽ കുടുക്കുന്നത് ശിക്ഷാർഹമാണ്. ഇപ്രകാരം കുറ്റക്കാരനായ പോലീസുകാരന് ശിക്ഷയും പിഴയും ലഭിക്കാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കൃഷ്ണൻകുട്ടിയുടെ വിഷയം വീണ്ടും മുന്നിലെത്തുന്നത്. ചെറുകിട കച്ചവടക്കാരനായ കൃഷ്ണൻകുട്ടിയെ അയൽക്കാരനായ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ അന്യായമായി കേസിൽ കുരുക്കുന്നു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്കും കോടതിക്കും ഈ വിഷയം ബോധ്യപ്പെട്ടാൽ സദാനന്ദൻ്റെ തൊപ്പി തെറിക്കുമെന്ന് നാട്ടുഭാഷയിൽ പറയേണ്ടി വരും. തൻ്റെ ജോലി പോകും. വകുപ്പ് തല അന്വേഷണത്തിന് സദാനന്ദൻ നേരിടേണ്ടി വരും. പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ചെയ്ത ഉപകാരങ്ങൾക്ക് കൈക്കൂലിയോ പാരിതോഷികമോ വാങ്ങുവാൻ പാടില്ല. ഒരാളെ സഹായിക്കാനായി കർത്തവ്യം ചെയ്യാതിരിക്കുന്നതിനെയും ഉപകാരപ്രവർത്തിയായിട്ട് കണക്കാക്കേണ്ടി വരും. കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമല്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് കൈക്കൂലിയോ പാരിതോഷികമോ വാങ്ങാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി കേരള പോലീസ് ആക്ട് സൂചിപ്പിക്കുന്നു. കൈക്കൂലി വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥന് 12 മാസം തടവിനോ 12 മാസത്തെ ശമ്പളം പിഴയായോ രണ്ടും കൂടിയോ ശിക്ഷിക്കാവുന്നതാണ്. ഒപ്പം വകുപ്പ് തല നടപടികളും നേരിടേണ്ടി വരും. കേരള പോലീസ് നിയമം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭാരിച്ച കർത്തവ്യങ്ങളാണ് നൽകുന്നത്. ഈ കർത്തവ്യങ്ങൾ വീഴ്ച കൂടാതെ പാലിക്കേണ്ടുന്നത് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും കടമയാണ്. ഇതിന് പൊതുജന സഹായവും പോലീസുകാർക്ക് ആവശ്യമാണ്. സാമൂഹ്യ തിന്മകൾക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പോലീസും പൊതുജനവും അനന്തമായ പോരാട്ടത്തിലാണ്. സമൂഹത്തിൽ ക്രമസമാധാനവും നിയമവാഴ്ചയും ഉറപ്പുവരുത്തേണ്ടുന്നത് ഓരോ പൗരൻ്റെ കൂടി ബാധ്യതയാണ്. പാലിച്ച കർത്തവ്യങ്ങൾക്കനുസരണമായി വിപുലമായ അധികാരങ്ങളും പോലീസുകാർക്ക് നൽകിയിട്ടുണ്ട്. ഈ അധികാരം ഒരു കാരണവശാലും ദുർവിനിയോഗം ചെയ്യുവാൻ പാടില്ല. പോലീസുകാർ പൊതുജന സംരക്ഷകരായിരിക്കണം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിയമപാഠം. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. നിങ്ങളിതുവരെ കേട്ടത് നിയമപാഠം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബെക്സൻ ഏലിയാസ്.